ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡിമാൻഡ് ഫോർ മണി എന്നുള്ളൊരു സെക്ഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മണി എന്ന് പറയുന്നത് സ്റ്റോക്ക് വേരിയബിൾ ആണ്. വേരിയബിൾസ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, സ്റ്റോക്ക് വേരിയബിൾ എന്നും ഫ്ലോ വേരിയബിൾ എന്നും. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കായിട്ട് നിൽക്കുന്നത്, അതായത് അറ്റ് എ ടൈമിൽ. ഫ്ലോ എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റോക്ക് അല്ല, അതിൻ്റെ വേരിയബിലിറ്റി മാറുന്നുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റി ഡിഫറെൻ്റ് ആവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫ്ലോ വേരിയബിൾസ് എന്ന് പറയുക. സ്റ്റോക്ക് വേരിയബിൾസ് എന്ന് പറയുന്നത് നമുക്ക് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഇറ്റ് ഈസ് ഗിവൺ എന്നുള്ള ഒരു മീനിങ്ങിലാണ്. ഇവിടെ മണി എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് വേരിയബിൾ ആണ്. എന്തുകൊണ്ടാണ് അതൊരു സ്റ്റോക്ക് വേരിയബിൾ ആവുന്നത്? ദ റീസൺ ഈസ് ദാറ്റ് it refers to the quantity in the economy as a whole at a particular point of time. അതായത് ക്വാണ്ടിറ്റി ഇൻ ദി ഇക്കോണമി ആസ് എ ഹോൾ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം എന്നുള്ളത് കൊണ്ടാണ് മണി എന്ന് പറയുന്നതിന് നമ്മളൊരു സ്റ്റോക്ക് വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മുടെ ഇക്കോണമിയിലുള്ള മൊത്തം ക്വാണ്ടിറ്റി എത്രയാണ് എന്നുള്ളതാണ് ഈ മണി എന്നുള്ള ടേം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ദി ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് അറൈസ് ചെയ്യാനുള്ള റീസൺ എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് എൻ അസെറ്റ് ഫോർ ഇറ്റ്സ് ഹോൾഡേഴ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മണി കീപ്പ് ചെയ്യുന്നത് ഒരു അസെറ്റ് ആയിട്ടാണ്. നമ്മൾക്ക് ഈസിലി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ വാല്യൂ നഷ്ടപ്പെടാത്തൊരു സാധനമാണ് ഈ മണി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു അസെറ്റാണ്, ഒരു വാല്യബിൾ അസെറ്റാണ് മണി. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡിമാൻഡ് ചെയ്യുന്നത്, അതിനെ കീപ്പ് ചെയ്യുന്നത്. ഇതിലുള്ള റീസൺസ് ആണ് താഴെ തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ആക്സെപ്റ്റബിൾ ടു ഓൾ people hold it not only for paying debt but as a particular form of asset, and it can be easily converted to other goods and services. അതായത് ഇതിന് നമ്മൾ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് അറൈസ് ചെയ്യുന്നത് it is one of the important asset for it is considered as an asset for the holders. അസെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ള ഒരു റീസൺ എന്താ? ഇറ്റ് ഈസ് ആക്സെപ്റ്റബിൾ ടു ഓൾ. നമുക്ക് ഡെപ്റ്റ് പേയ്മെൻറ്റിന് മാത്രമല്ല, ഒരു പെർട്ടിക്കുലർ ഫോം ഓഫ് അസറ്റ് കൂടിയാണ് മണി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു അതർ ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾക്ക് പൈസേനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിന് കൺവേർട്ട് ചെയ്യാനും പറ്റുമെന്നുള്ളതാണ്. ആൻഡ് ഓൾഡ് ഐഡിയ, അതായത് ഇക്കണോമിസ്റ്റ് കെയ്ൻസ് അവരൊക്കെയാണ് നമ്മൾ മോഡേൺ ഇക്കണോമിസ്റ്റ് എന്ന് പറയുന്നത്. അവരുടെ മുമ്പേ ഉള്ളത് ക്ലാസിക്കൽസ്, അങ്ങനെയുള്ളവരുടെ ഐഡിയ of demand for money was that money was demanded for completing the business transaction. അതായത് ബിസിനസ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് മണി ഡിമാൻഡ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഓൾഡ് ഐഡിയ. ഓർ ദി ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ്സ് ഓൺ ദി വോളിയൂം ഓഫ് ട്രേഡ് ആൻഡ് ട്രാൻസാക്ഷൻ. അതായത് ഒരു ഇക്കോണമിയിലുള്ള വോളിയൂം ഓഫ് ട്രേഡ് ആൻഡ് ട്രാൻസാക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഓൾഡ് ഐഡിയ. ബട്ട് ദ മോഡേൺ ഐഡിയ അബൌട്ട് ദി ഡിമാൻഡ് ഫോർ മണി വാസ് പുട്ട് ഫോർവേഡ് ബൈ ജോൺ മെനാർഡ് കെയ്ൻസ്. JM കെയ്ൻസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഇക്കണോമിസ്റ്റ് ആണ് മോഡേൺ ഐഡിയ അബൌട്ട് ദി ഡിമാൻഡ് ഫോർ മണി എന്നുള്ളത് നമ്മൾക്ക് കീപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കെയ്നീഷ്യൻ പീരീഡിനെയാണ് നമ്മൾ കെയ്നീഷ്യൻ റെവല്യൂഷൻ അല്ലെങ്കിൽ ന്യൂ ഇക്കണോമിക്സ് എന്നൊക്കെ പറയുന്നത്. അതായത് കെയ്ൻസിന് മുന്നേയുള്ള പീരീഡിനെയാണ് നമ്മൾ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് എന്ന് പറയുന്നത്. അവരുടെ എല്ലാവരുടെയും അസംഷൻസും അതുപോലെയുള്ള തിയറീസും ഒക്കെ ഡിഫറെൻ്റ് ആണ്, നമ്മൾ പിന്നീട് കാണാം. ആൻഡ് ദി അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദി സം ഓഫ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ആൻഡ് അസറ്റ് ഡിമാൻഡ് ഫോർ മണി. അതായത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയും അസറ്റ് ഡിമാൻഡ് ഫോർ മണിയും കൂടി ചേർന്നിട്ടുള്ളതിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, ഇതൊരു ഓൾഡ് ഐഡിയ ഉണ്ട്, ന്യൂ ഐഡിയ ഉണ്ട്. ഓൾഡ് ഐഡിയ എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ, ബിസിനസ് ട്രാൻസാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. ബട്ട് ദ മോഡേൺ ഇക്കണോമിസ്റ്റിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ്. ഇത് എന്തൊക്കെയാണ് ഇവരുടെ വ്യൂ പോയിൻറ്റ്സ് എന്നുള്ളതാണ്. ഇതിനനുസരിച്ച് നമുക്ക് 4 അപ്രോച്ചാണ് ഡിമാൻഡ് ഫോർ മണി എന്നുള്ള തിയറീനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസിക്കൽ അപ്രോച്ചാണ്, സെക്കൻഡ് വൺ ന്യൂ ക്ലാസിക്കൽ, തേർഡ് വൺ കെയ്നീഷ്യൻ അപ്രോച്ച്, ആൻഡ് ഫോർത്ത് വൺ ഈസ് ദി പോസ്റ്റ് കെയ്നീഷ്യൻ അപ്രോച്ച്. എന്താണ് ഈ ഓരോ അപ്രോച്ചും എന്നുള്ളതാണ് ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസിക്കൽ അപ്രോച്ച് ടു ദി ഡിമാൻഡ് ഫോർ മണി. അപ്പോൾ ഒരു ഡിമാൻഡ് ഫോർ മണി എന്ന് ചോദിച്ചാൽ എന്താണ് ഡിമാൻഡ് ഫോർ മണി എന്ന് എഴുതുക.
രണ്ടാമത്തത് 4 തിയറി ഉണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. The classical theory of demand for money or the quantity theory of money was propounded by Irving Fisher. ഈ പേരെപ്പോഴും ഓർത്ത് വയ്ക്കുക. ഇർവിൻ ഫിഷർ ആണ് ക്ലാസിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ ക്ലാസിക്കൽ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്ന തിയറി ഉണ്ടാക്കിയിരിക്കുന്നത്. ദിസ് ഈസ് പോപ്പുലർലി നോൺ ആസ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. അത് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി, ക്ലാസിക്കൽ അപ്രോച്ച് ടു ദി ഡിമാൻഡ് ഫോർ മണി, ആ ഒരു ഫിഷേഴ്സ് ക്വാണ്ടിറ്റി തിയറി എന്നൊക്കെ ചോദിച്ചാൽ ഈ സെയിം സാധനമാണ് എഴുതേണ്ടത്. അതിൻ്റെ ഈക്വേഷൻ എന്ന് പറയുന്നത് MV = PT എന്നുള്ളതാണ്. And the classical economists laid excessive emphasis on the fact that money acts only as the medium of exchange and they ignored the store of value functions of the money. നമുക്കറിയാം മണി എന്ന് പറയുന്നത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മെഷർ ഓഫ് വാല്യൂ, സ്റ്റോർ ഓഫ് വാല്യൂ എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് മീഡിയം ഓഫ് എക്സ്ചേഞ്ചിനാണ്. സ്റ്റോർ ഓഫ് വാല്യൂ, അതായത് അസറ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ള അതിന് അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. That is, they are of the view that people demand money for the transaction purpose. According to them, money acts as a medium of exchange and facilitate the exchange of goods and services. അതായത് ഇതൊരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. നമ്മൾ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള ഒരു മീഡിയം മാത്രമായിട്ടാണ് ഡിമാൻഡ് ഫോർ മണി എന്നുള്ളത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ച് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഹാപ്പൻ ചെയ്യും എന്നുള്ളതാണ്. Household needs funds to spend on day-to-day basis for meeting their everyday requirements. A business firm also needs funds to purchase raw materials to page and also for meeting. അതായത് ഇവർക്കൊക്കെ ഹൗസ് ഹോൾഡിന് നമുക്കറിയാം ഡേ ടു ഡേ ട്രാൻസാക്ഷൻ വേണം. അതുപോലെ ഫേംസിന് അവരുടെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ, വേജ് പേ ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മണി ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. നിയോ ക്ലാസിക്കൽ അപ്രോച്ചാണ് സെക്കൻഡ് തിയറി എന്ന് പറയുന്നത്. സെക്കൻഡ് തിയറിയിൽ നിയോ ക്ലാസിക്കൽ അപ്രോച്ച് ടു ദ ഡിമാൻഡ് ഫോർ മണി, ഇതിനെ നമ്മൾ പറയുന്നത് കാംബ്രിഡ്ജ് അപ്രോച്ച് എന്നാണ്. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിഷേഴ്സ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയാണ്. സെക്കൻഡ് വൺ കാംബ്രിഡ്ജ് അപ്രോച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് വാസ് പുട്ട് ഫോർവേഡ് ബൈ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള മാർഷൽ ആൻഡ് പിക്കോ ആയതുകൊണ്ടാണ് ഇതിനെ the Cambridge approach എന്ന് പറയുന്നത്. According to this approach, the demand for money is symbolically expressed as, നേരത്തെ നമ്മൾ പറഞ്ഞു MV = PT എന്നാണെങ്കിൽ ഇവിടെ MD = KY, that is amount of money demand. MD is the demand for money, Y is the money value of national income, K is the constant. And here K refers the demand for money per unit of account, unit or income per unit of time, or K = MD divided by 5 എന്നുള്ളതാണ് കെയ്നീഷ്യൻ അപ്രോച്ച് എന്ന് പറയുന്നത്. തേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ഓഫ് ഇൻട്രസ്റ്റ് ആണ്, ഓർ ദി കെയ്നീഷ്യൻ അപ്രോച്ച് ടു ദി ഡിമാൻഡ് ഫോർ മണി എന്നുള്ളതാണ്. ഈ കെയ്നീഷ്യൻ അപ്രോച്ചിനാണ് നമ്മൾ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി എന്ന് പറയുന്നത്. ഇത് ക്ലാസിക്കൽ അപ്രോച്ചിൽ നിന്ന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർച്ചർ അല്ലെങ്കിൽ അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അത് കെയ്നീഷ്യൻ അപ്രോച്ചിൽ അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിയിൽ നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് കെയ്നീഷ്യൻ അപ്രോച്ച് അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അസെറ്റ് ഡിമാൻഡ് ഫോർ മണിയാണ്. നമ്മൾ നേരത്തെ കണ്ടു. അപ്പം നേരത്തെ ഉള്ളതിലൊക്കെ മീഡിയം ഓഫ് എക്സ്ചേഞ്ചിനാണെങ്കിൽ ഇവിടെ അസെറ്റ് ഡിമാൻഡ് ഫോർ മണിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു കെയ്ൻസ് there are 3 motives which necessitates the demand for money in an economy. അതായത് കെയ്നീഷ്യൻ വ്യൂ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി അല്ലെങ്കിൽ മനുഷ്യർക്ക് 3 മോട്ടീവ്സ് ഉണ്ട്. ആ 3 മോട്ടീവ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് മണി ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദീസ് 3 മോട്ടീവ്സ് ആർ ട്രാൻസാക്ഷൻ മോട്ടീവ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കൊടുക്കാനും വാങ്ങാനും. സെക്കൻഡ് വൺ പ്രിക്കോഷണറി, അതായത് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതിനെ മീറ്റ് ചെയ്യാൻ. തേർഡ് വൺ സ്പെക്കുലേറ്റീവ്, നമ്മൾ അസെറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിലൊക്കെ നമ്മൾ സേവിങ് പർപ്പസ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പം ഈ 3 പർപ്പസിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ മണി ഡിമാൻഡ് ചെയ്യണത് എന്നുള്ളതാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി അല്ലെങ്കിൽ കെയ്നീഷ്യൻ അപ്രോച്ചിൽ പറയുന്നത്. അതായത് ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്കോഷണറി മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിക്കോഷണറി എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ, അതായത് ഹോസ്പിറ്റൽ കേസ്, എഡ്യൂക്കേഷൻ, മാരേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറേ പൈസ വയ്ക്കുക, അതിനാണ് പ്രിക്കോഷൻ. സ്പെക്കുലേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള അപ്രോച്ചസ് ആണ് ഇവിടെ കാണാൻ പറ്റുക എന്നുള്ളതാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിയിൽ വരുന്നത്.
ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്നുള്ളത് എന്നുള്ളതാണ് ഇവിടെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിരിക്കുന്നത്. Transaction demand for money means the amount of money people held in order to carry the current transaction. നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി കറണ്ട് ട്രാൻസാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന amount of മണീനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന മണീനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയും. ഇൻഡിവിജ്വൽസ് ആൻഡ് ഫേംസ് ഹാവ് in hand a stock of cash sufficient to finance their forthcoming expenditure. നമ്മൾക്ക് അറിയാം, വീട്ടിൽ നമ്മൾ കുറച്ച് പൈസ വയ്ക്കാം, എന്തെങ്കിലും നമ്മൾക്ക് സാധനങ്ങൾ വാങ്ങിക്കണം, അതിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് transaction demand for money is a direct proportional positive function of level of income. നമ്മളുടെ ലെവൽ ഓഫ് ഇൻകം എത്രയാണ് അതിന് പ്രൊപ്പോർഷനായിട്ട് ആയിരിക്കും ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഉണ്ടാവുക. നമ്മൾക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ ഒരു പ്രൊപ്പോർഷനായിട്ടായിരിക്കും ദാറ്റ് ഈസ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. അതിനെയാണ് ഡിമാൻഡ് ഫോർ മണിയുടെ ഇവിടെ ഒരു ടി, അതായത് MDT ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദി ലെവൽ ഓഫ് ഇൻകം എന്ന് നമ്മൾ പറയുന്നത്. Hence, the demand for money is directly related to the level of income. The movements of rate of interest will not affect the transaction demand for money. Rate of interest ഇതിന് affect ചെയ്യില്ല. Second one, the precautionary demand for money. Precautionary demand for money means the money held by the people to meet unexpected and unplanned expenditure like medical bills, അങ്ങനെയുള്ള നമ്മൾക്ക് എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വയ്ക്കുന്നതാണ്. That is, precautionary motive for holding money refers to the desire of people to hold the cash balance for unforeseen contingencies. അതായത് അൺഫോർസീൻ കണ്ടിജൻസീസ്, എന്തെങ്കിലും എമർജൻസീസ് വരികയാണെങ്കിൽ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഓൾസോ depends upon the level of income and business activity, availability of cash, cost of holding liquid asset, etc. അതായത് ലെവൽ ഓഫ് ഇൻകം, ബിസിനസ് ആക്ടിവിറ്റി, അവൈലബിലിറ്റി ഓഫ് ക്യാഷ്, കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ലിക്വിഡ് അസറ്റ്, ഇതിനൊക്കെ ബന്ധപ്പെട്ടിട്ടാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. According to Keynes, the precautionary demand for money, like transaction demand for money, is a function of money. അതായത് transaction demand for money നമ്മൾ പറഞ്ഞു, it is a function of level of income. According to Keynes, precautionary demand for money എന്ന് പറയുന്നത് level of income ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. It is a function of, that is demand, precautionary demand for money. അതിനാണ് നമ്മൾ MDP എന്ന് പറയുന്നത്. It's a function of, it is also a function of level of income according to Keynes. Third one is speculative asset or demand for money. Means the amount held to take advantage of profitable opportunities that may arise in financial market. And financial market ഉണ്ടാവുന്ന profitable opportunities-നെ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന മണി, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മണിയാണ് നമ്മൾ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിമാൻഡ് ഫോർ മണി ഡിമാൻഡ് ചെയ്യും. ദാറ്റ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് റിലേറ്റ്സ് ടു ദി ഡിസയർ ടു ഹോൾഡ് വൺസ് resources in liquid form in order to take advantage of the market movements regarding the future changes in the rate of interest. The rate of interest ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് ചില മാർക്കറ്റിൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എടുക്കാൻ വേണ്ടി നമ്മൾ കീപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പെക്കുലേറ്റ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ലേ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്നിടത്ത് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിനെയാണ്, അങ്ങനെയുള്ള ഡിമാൻഡ് ഫോർ മണീനെയാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയാം. അക്കോർഡിംഗ് ടു കെയ്ൻസ്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റ് ടു ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് നമ്മളുടെ the speculative demand for, or it is a function of the level of income. Therefore, the total demand for money എന്ന് പറയുന്നത് എന്താ? ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി പ്ലസ് പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണി പ്ലസ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ദിസ് ഇസ് ദി വ്യൂ പോയിന്റ് ഓഫ് ദി Keynes or the liquidity preference theory. Now, the post-Keynesian approach is that it was put forward by Milton Friedman. Milton Friedman's reformulation of the quantity theory of money എന്നുള്ളതിലാണ് അതിൽ ഇതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1956. അയാളുടെ തിയറിയിൽ he states that quantity of money does matters. He points out that his quantity theory is a theory of the demand for money. It is not a theory of output, money, income or price. According to him, the demand for money is a capital or wealth theory because he regards money as an asset or capital goods. According to Friedman viewpoint, the demand for money is a capital or wealth theory. Capital അല്ലെങ്കിൽ wealth theory ആണ്, because the reason is that he regarded money as a capital good. For the ultimate wealth holder, the demand for money may be expected to be a function of the following variables. എന്തൊക്കെയാണ് വേരിയബിൾസ് എന്നത്? ടോട്ടൽ വെൽത്ത്,
division of wealth between human and human forms, expected rate of return on money, other variables like liquidity, taste, preference. By income, Friedman means permanent income wealth can be held in 5 different forms. അതായത് ഈ ഫോമിലൊക്കെയാണ് the demand for money is a function of wealth, division of wealth, rate of return, other variables like taste, preference ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഫ്രീഡ്മാൻ പറഞ്ഞിരിക്കുന്നത്. മീൻസ് അക്കോർഡിംഗ് ടു ഫ്രീഡ്മാൻ ഇൻകം എന്ന് പറയുന്നത് പെർമനൻറ്റ് ഇൻകം ആണ്. അതിനനുസരിച്ച് ആളുടെ തിയറി ഒക്കെ ഉണ്ട്, പെർമനൻറ്റ് ഇൻകം തിയറി അങ്ങനെയുള്ള തിയറീസ് ഒക്കെ ഉണ്ട്. നമ്മുടെ വെൽത്ത് അക്കോർഡിംഗ് ടു ഹിം വെൽത്ത് ക്യാൻ ബി ഹെൽഡ് ഇൻ 5 ഫോം. വെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് 5 ഫോമിൽ ചെയ്യാൻ പറ്റും. മണി, ബോൺസ്, ഇക്വിറ്റി, ഫിസിക്കൽ ഗുഡ്സ്, ഹ്യൂമൻ ക്യാപിറ്റൽ എക്സെട്ര. ഈച്ച് ഫോം ഓഫ് വെൽത്ത് ഹാസ് യൂണിക് ക്യാരക്ടറിസ്റ്റിക്സ് and also different yields. ഇത് ഈ 5 തരത്തിൽ നമുക്ക് വെൽത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ 5 ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് yield എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഈ വേരിയബിൾ അക്കോർഡിംഗ് ടു ഹിം ദ ഡിമാൻഡ് ഫോർ മണി ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം, വെൽത്ത്, പ്രിഫറൻസ്, then the rate of interest, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെയാണ് ടേസ്റ്റ്, പ്രിഫറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യണോ എന്നുള്ളതാണ് ഇതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഡിമാൻഡ് ഫോർ മണി എന്നുള്ളതാണ്. ആ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ക്ലാസിക്കൽ അപ്രോച്ച് ഉണ്ട്, കെയ്നീഷ്യൻ അപ്രോച്ച് ഉണ്ട്. ക്ലാസിക്കൽ അപ്രോച്ച് ഉണ്ട്, ന്യൂ കെയ്നീഷ്യൻ അപ്രോച്ച് ഉണ്ട്, അല്ലെങ്കിൽ കാംബ്രിഡ്ജ് വേർഷൻ ഉണ്ട്, കെയ്നീഷ്യൻ അപ്രോച്ച് ഉണ്ട്, പോസ്റ്റ് കെയ്നീഷ്യൻ അപ്രോച്ച് ഉണ്ട്. Classical approach, neoclassical approach, Keynesian approach, and the last one is the post-Keynesian approach. ഇതാണ് ഡിമാൻഡ് ഫോർ മണിയിൽ വരുന്ന തിയറി.